بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. നമ്മളെ കൂടിയത് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നിസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. നിസ്കാരം നമ്മുടെ ചിഹ്നമാണ്. നിസ്കാരത്തഴമ്പ് എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഒരാളുടെ സദാചാര നിഷ്ഠയെ, സൽസ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു മേൽവിലാസമാണ്. നെറ്റിയിലേക്ക് നോക്കിയിട്ടാണ് മുസ്ലിമാണോ അല്ലയോ എന്ന് പറയാൻ കഴിയുന്നത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഇഴകിച്ചേർന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് നിസ്കാരത്തഴമ്പ്. നിസ്കാരത്തഴമ്പ് എന്നത് നിലത്ത് സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി ഉറച്ച് ഉണ്ടാകുന്ന ഒന്നല്ല. നിസ്കരിക്കുന്നവരാണെങ്കിൽ അവരുടെ മുഖം അതിന്റെ അടയാളം കാണിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ് എന്നാണ്. മഹാന്മാരായ സ്വഹാബത്ത് അവർ സത്യവിശ്വാസികളാണ്, അവർ മഹാന്മാരാണ്, അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ്, അവർ ഹബീബിന്റെ പ്രിയപ്പെട്ട അനുയായികളാണ്. ഇവരുടെ വിശേഷണങ്ങൾ തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞു പോന്നിട്ടുണ്ട്. പ്രധാനമായും തൗറാത്തും ഇഞ്ചീലും പരാമർശിച്ചത് സ്വഹാബികളുടെ മുഖം നോക്കിയാൽ തന്നെ അവർ സുജൂദ് ചെയ്യുന്നവരാണ് എന്നതിന്റെ വെളിച്ചം കാണാം എന്നാണ്. അപ്പോ ഈ ഒരച്ചുണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു കറുത്ത അടയാളം മാത്രമല്ല നിസ്കാരത്തിൻ്റെതായ ഒരു അടയാളം. നിസ്കരിക്കുന്ന മനുഷ്യന്റെ മുഖം നോക്കിയാൽ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മുഖത്ത് ഒരുപാട് സത്യസന്ധമായ പല അടയാളങ്ങളും ഉണ്ടാകും. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ സാധാരണ പറയുന്നത് ഈ മഹത്തായ കർമ്മത്തിന് നിസ്കാരം 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 എന്നാ പറയാം. ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അതൊന്ന് നന്നാക്കി പറഞ്ഞാൽ നമസ്കാരം എന്ന് പറയാം. അങ്ങനെ പറയാറുണ്ടല്ലോ, നമസ്കാരം, നമസ്കരിക്കാം. യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന വാക്ക് ആ അമലിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വർത്താനാണിത്. അസ്വലാഹ് എന്നാണ് അറബിയിൽ പറയാൻ. സ്വലാഹ്, പ്രത്യേകിച്ച് ഗൾഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് സ്വല എന്ന പ്രയോഗമാണ് നിസ്കാരത്തെക്കാൾ കൂടുതൽ അവർ ഉപയോഗിക്കുക. ഈ സ്വല എന്നതിനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് പരിഷ്കരിച്ച് പറയുന്ന ഒരു രൂപമാണ് നമസ്കാരം. യഥാർത്ഥത്തിൽ നിസ്കാരം എന്നൊരു വാക്ക് മലയാളത്തിൽ പുതുതായി ജനിച്ചതാണ്. നിസ്കാരം എന്ന വാക്ക് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് മാത്രം പറയുന്നതാണ്. എന്നാൽ നമസ്കാരം അതല്ല. നമസ്കാരം ഒരു ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോ നമസ്കാരം അല്ലേ? അല്ലെങ്കിൽ ഒരു സഹോദര സമുദായത്തിലെ സഹോദരനോട് നമ്മൾ സംവദിക്കുമ്പോഴോ അദ്ദേഹത്തോട് അഭിവാദ്യം ചെയ്യുമ്പോഴോ പറയും നമസ്കാരം എന്ന് പറയും. ഇത് രണ്ടും എന്താ വ്യത്യാസമുണ്ടോ? അപ്പൊ നമ്മൾ നിസ്കാരത്തെ ചിലർ പരിഷ്കരിച്ച് പറയും നമസ്കാരം. നമസ്കാരം കഴിഞ്ഞിട്ട് അസർ നമസ്കാര ശേഷം ഞാൻ മിക്കവാറും നിസ്കാരമേ പറയാറുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ വാക്ക് കുറെ അന്വേഷിച്ചു. അപ്പൊ അത് ആ അമലിന് മാത്രമുള്ള വാക്ക്. എന്താ പിന്നെ അത് പറഞ്ഞ കുഴപ്പം? നമസ്കാരം എന്ന വാക്ക് അർത്ഥം കുറഞ്ഞതാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ ചെറിയ അർത്ഥമുള്ളതിന്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വണങ്ങൽ, ഒരു സാധാരണ വിധേയത്വം, ഇത്രേ ഉള്ളൂ. അത് ഒരു വിധേയത്വത്തിന്റെ ഒരു രൂപമാണ് ഒന്നിങ്ങനെ കാണിക്കല്. പക്ഷേ ആ ഒരു പ്രയോഗത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഏത് പ്രയോഗത്തിന്? നമസ്കാരം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വണങ്ങലാണിത്. പക്ഷെ നിസ്കാരം അതല്ല, പരമാവധി വണങ്ങാണ്. ഒരു മനുഷ്യൻ സുജൂദ് എന്ന് പറയുന്ന കർമ്മത്തിലൂടെ, റുക്കൂ എന്ന കർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ മുന്നിൽ പരമാവധി വണങ്ങാണ്. അപ്പൊ ഇത്രയും കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന നമസ്കാരം അല്ല ഉപയോഗിക്കേണ്ടത് ശരിക്കും.
നിസ്കാരം തന്നെ പറയേണ്ടത്. അത് ആ ഒരു പ്രയോഗം മലയാളത്തിൽ പുതുതായി ജനിച്ചതാണ്. നമുക്ക് ചില വാക്കുകളൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ഇപ്പൊ മലയാളത്തില് കയറി വന്ന കുറെ വാക്കുകളുണ്ട്. അച്ചാറ് എന്ന് പറയാറുണ്ട് നമ്മൾ. അച്ചാറ്, ഉദാഹരണം അച്ചാറ്. ഈ അച്ചാറ് എന്ന വാക്ക് ഒരു പേർഷ്യൻ ഭാഷയുടെ പേർഷ്യൻ ഭാഷയിൽ നിന്ന് നിഷ്പന്നമായി വന്ന മലയാളത്തിന്റെ ഒരു പുതിയ ഉച്ചാരണമാണ് അച്ചാറ്. കാരണം ഈ അച്ചാറ് എന്ന് പറയുന്ന വിഭവം ഉണ്ടാക്കിയത് തന്നെ പേർഷ്യക്കാരാണ്. ഞാൻ അത് കൃത്യമായ രേഖയോടുകൂടെ തന്നെയാണ് ഇത് പറയുന്നത്. അച്ചാറ് എന്ന വിഭവം ഉണ്ടാക്കിയത് പേർഷ്യക്കാരാണ്. അതുപോലെ തന്നെ അരി, ശരിക്കും അത് അൽ അറൂസ്, ഇംഗ്ലീഷിൽ റൈസ് എന്ന് പറയും. റൈസ് കുക്കർ അല്ലെ, റൈസ്. അരിശി എന്ന് തമിഴിൽ പറയും. അതൊക്കെ ആയിട്ടൊരു ബന്ധം ഒന്നാണ് അരി എന്ന വാക്ക് മലയാളത്തിൽ ജന്മം കൊണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ അതിന്റെ ബാക്കി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെ? എല്ലാവർക്കും കൊടുത്തു, ബാക്കി ഉണ്ടായിരുന്ന ഞാൻ എടുത്തു. ഈ ബാക്കി, ബഖാ യബ്ഖി എന്ന അറബി പ്രയോഗത്തിന്റെ ഇസ്മു ഫായിലാണ് ബാക്കി, ശേഷിച്ചത്. ബാക്കി അത് അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് വന്നതാണ്. പിന്നെ കാണാം കരാർ എഴുതി എന്ന് പറയാറുണ്ട്. ഖറാർ, ഖറാർ എന്ന വാക്കാണ് കരാറായത്. തഹസിൽദാർ, തഹസീൽ ദാർ. കോഴിക്കോടുണ്ട് മുഗ്ദാർ. മുഗ്ദാർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവിടെ ഉണ്ട്, കോഴിക്കോട്. മഹാനായ മുഗീറ റളിയല്ലാഹു അൻഹു താമസിച്ച ദാറ് ആണെന്ത്, മുഗ്ദാർ. അങ്ങനെ പലതും. ഇങ്ങനെ വെളിച്ചെണ്ണ, വെളിച്ചം തരുന്ന എണ്ണ. മലയാളത്തിൽ ചില പ്രയോഗങ്ങൾ ജന്മെടുക്കുന്നത് അങ്ങനെയാണ്. സിഞ്ചി എന്നാണ് പാലി ഭാഷയിൽ ഇഞ്ചിക്ക് പറയാം. സിഞ്ചി പാലി ഭാഷ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. പാലി ഭാഷയുടെ ഉൽപ്പന്നമാണ് പള്ളി. പള്ളി മലയാളം വാക്കല്ല. പള്ളി എന്ന പ്രയോഗം മലയാള വാക്കല്ല, അത് പാലി ഭാഷ എന്ന് വന്നതാണ്. പാലി ഭാഷ എന്നത് ബുദ്ധമതത്തിന്റെ സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഒരു ഭാഷയാണ് പാലി ഭാഷ. പാലി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഇഞ്ചിക്ക് പറയുന്ന പേരാണ് സിഞ്ചി. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചി എന്ന വാക്കിലേക്ക് വഴി തെളിച്ചത്. പിന്നെ പറയുന്ന ഒരു പ്രധാന ഒരു സാധനമാണ് പുട്ട്, അല്ലെ? മലപ്പുറം ജില്ലയിൽ ചില ഭാഗത്ത് പിട്ടെന്ന് പറയാറുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ പിട്ടെന്ന് പറയാറുണ്ട്. പിട്ട്, പുട്ട് പാലി ഭാഷയാണത്. ബുദ്ധ സംസ്കാരവുമായി ലയിച്ചു ചേർന്ന കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമായി നിഷ്പന്നമായ ഒരു പ്രയോഗമാണ് പുട്ട്. പിട്ട്, പുട്ട് പാലി ഭാഷയാണ്. പിടുഠ എന്ന ഒരു പ്രയോഗമാണ് പാലി ഭാഷയിൽ അതിന് പറയാ. സംസ്കൃതത്തിൽ പിഷ്ഠ എന്നാണ്. അങ്ങനെ മലയാളത്തിലേക്ക് ചില വാക്കുകൾ വന്ന കൂട്ടത്തില് വന്ന ഒരു ജന്മം കൊണ്ട നിസ്കാരം എന്ന പ്രയോഗം. നമസ്കാരം എന്നത് കേവല വണക്കം, ഒരു സാധാരണ വിധേയത്വം. ഇങ്ങനെ കാണിക്കാറുണ്ട് ചിലര്. നമസ്കാരം ഒരു കുനിച്ചിലോടുകൂടെ ഇങ്ങനെ പതുക്കെ നടന്നു, നമസ്കാരം കേട്ടോ എന്ന് പറയും. എന്നാൽ അങ്ങനെയല്ല. ആ കേവല വണക്കത്തിന് ഉപയോഗിക്കുന്ന നമസ്കാരം എന്ന പ്രയോഗമല്ല. റുക്കൂഉം സുജൂദും കൊണ്ട് സമ്പൽ സമൃദ്ധമായ പരമാവധി വിധേയത്വം തന്റെ യജമാനനായ റബ്ബിനോട് തന്റെ പ്രിയപ്പെട്ട അടിമ നടത്തുന്ന പരമാവധി വിധേയത്വം. അതിനപ്പുറത്തേക്കൊരു വിധേയത്വം സൃഷ്ടി വേറെ എവിടെയും ചെയ്യുന്നില്ല. അത് സുജൂദ. അത് ഉൾക്കൊള്ളുന്ന ആ നിസ്കാരത്തെ. ഏത് നിസ്കാരം? 4 റക്അത്ത് ആണെങ്കിൽ 8 സുജൂദ്, 2 റക്അത്ത് ആണെങ്കിൽ 4 സുജൂദ്, 3 റക്അത്താണെങ്കിൽ 6 സുജൂദ്. എത്ര റക്അത്തോ അതിന്റെ ഇരട്ടി വരുന്ന അർത്ഥത്തിൽ സുജൂദിനെ കൊണ്ടുവരപ്പെട്ടിട്ടുള്ള ആ പരമാവധി വണക്കത്തെ അറിയിക്കുന്ന പ്രയോഗത്തിനാണ് നിസ്കാരം എന്ന് പറയാം. പല ഉപാധികളുടെ അടിസ്ഥാനത്തിൽ 14 ഗോത്രങ്ങളായി തിരിക്കപ്പെട്ട ഭാഷകൾ നമ്മുടെ രാജ്യത്ത് വളരെ അധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ എന്താ പറയാ, വലിയ പഠന മേഖല തന്നെയാണ്. അതില് മലയാളത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരുപാട് സംസ്കാരങ്ങളുടെ ഭാഗമായി കടന്നു വന്നിട്ടുള്ള പ്രയോഗങ്ങളിൽ ശ്രദ്ധേയമായ ഒരു പ്രയോഗമാണ് ഈ നിസ്കാരം എന്നുള്ളത്. ഏതായാലും നിസ്കാരം എന്ന പ്രയോഗം മുസ്ലിമീങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. നിസ്കാരത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. നിസ്കാരം നിക്കാരം എന്ന് പറയാറുണ്ട് ചിലർ. ചില പഴയ ആൾക്കാർ എന്ത് പറയും? നിക്കിരിച്ചോ എന്ന് ചോദിക്കില്ലേ? നിക്കിരിച്ചോ, നിക്കിരിച്ചോ അല്ലെ? അങ്ങനെ ഉണ്ടാ? നിക്കാരം നിക്കിരിച്ചോ. എന്റെ
കാരണം എന്താ അങ്ങനെ നിക്കിരിച്ചോന്ന് ചോദിക്കാം. അവർക്ക് അപ്പൊ നമ്മൾ ഓർക്കും അവർ സ്കൂളിൽ പോകാനാണ് അവരങ്ങനെ പറയണത്. നമ്മൾ കുറച്ച് കൂടുതൽ ഡിഗ്രി ഒക്കെ എടുത്തവരാണെങ്കിൽ നമസ്കാരം എന്നൊക്കെ പറയാം അല്ലെ. അങ്ങനെയല്ല, നിസ്കാരം എന്നുള്ള പ്രയോഗത്തെ നിക്കാരം എന്ന് പറയണം. അത് ശരിക്കും അങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് തോന്നിപ്പോവാറുണ്ട്. നിക്കാരം മഹാനായ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാപണ്ഡിതൻ ഷെയ്ഖുന കുമരംപുത്തൂർ AP മുഹമ്മദ് മുസ്ലിയാർ ഞങ്ങളുടെ ഉസ്താദായിരുന്നു. അള്ളാഹു ഖബർ വെളിച്ചാക്കട്ടെ. മഹാപണ്ഡിതൻ. ഉസ്താദിന്റെ ആ ബുദ്ധിശക്തിയെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ഉസ്താദിന്റെ ബുദ്ധി കൂറും അത് നമുക്ക് മനസ്സിലാവും. അത്ര വലിയ യൗവനം നിലനിൽക്കുന്ന ബുദ്ധിയും ഓർമ്മയും. മഹാപണ്ഡിതരുടെ തുഹ്ഫയുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ നിസ്കാരത്തെ മഹാനവറുകൾ പ്രയോഗിക്കുന്ന നിക്കാരം എന്ന് പറയാം. നിക്കിരിച്ചോന്ന് ചോദിക്കും. നിക്കിരിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താ ഉസ്താദ് നിക്കാരം എന്ന് പറയാ. അപ്പൊ ഉസ്താദ് പറഞ്ഞു നിക്കായിരിക്ക എന്ന പരിപാടിയാണ് അതിൻ്റെ അകത്ത് കൂടുതലുള്ളത്. ഏതില്? നിക്കായിരിക്ക എന്നതിന് പറയുന്നത് ഖിയാം ഖുഊദ്. ഖിയാം എന്ന് പറഞ്ഞ നിൽക്ക, ഖുഊദ് ഇരിക്ക. ഖിയാം ഖുഊദ് എന്നാണ് നിസ്കാരത്തെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നിന്ന് നിസ്കരിക്ക, ഇരുന്ന് നിസ്കരിക്ക, കിടന്ന് നിസ്കരിക്ക. നിസ്കാരത്തിന്റെ രൂപങ്ങൾ ഈ ആയത്തിൽ പറയുന്നുണ്ട്. ഖിയാം, ഖുഊദ്, നിൽക്കായിരിക്ക നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത്തഹിയ്യാത്തിനും സ്വലാത്തിനും സലാമിനും വേണ്ടി ഇരിക്കുക എന്നത് നിസ്കാരത്തിന്റെ ഫർളാണ്. രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കുക എന്നത് നിസ്കാരത്തിന്റെ ഫർളാണ്. മനസ്സിലായോ? ഇനിയുണ്ട് ഖിയാമ്, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്ക എന്നത് നിസ്കാരത്തിന്റെ ഫർളാണ്. നിസ്കാരത്തിന്റെ ഫർളായ രണ്ട് കർമ്മങ്ങളാണ് നിക്ക, ഇരിക്ക. നിക്ക പ്ലസ് ഇരിക്ക ഇസിക്കൽ ടു നിക്കിരിക്ക. അങ്ങനെ ആ പ്രയോഗം അങ്ങനെയാ വന്നത്. അതായത് ഖിയാമും സുലൂസും ഖുഊദും എല്ലാം നിസ്കാരത്തിലുണ്ട്. ഈ രീതിയിലാണ് നിസ്കരിക്കുക. ഇനി നിങ്ങൾ നോക്കൂ, ഖുർആനിൽ ഇത് സംബന്ധമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ഖുംതും ഇലസ്സലാഹ്, നിസ്കരിക്കാൻ നിങ്ങൾ നിൽക്കുമ്പോ, നിസ്കരിക്കാൻ നിൽക്ക. അഖിമിസ്സലാത ലിദിക്രി, നിങ്ങൾ നിന്ന് നിസ്കരിക്കൂ, നിൽക്ക. وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا. ഖായിം, അങ്ങ് നിൽക്കുന്ന, നിസ്കാരത്തിന് കൈകെട്ടിയിട്ട് അങ്ങ് നിൽക്കുന്ന അവസ്ഥയിൽ പിന്നിൽ കൂടേണ്ടവർ കൂടാതെ അങ്ങ് നിൽക്കേണ്ട അവസ്ഥയിൽ അങ്ങയെ നിർത്തിയിട്ട് അവർ കൂടാതെ പിന്മാറിപ്പോകും നബിയേ. അങ്ങ് നിന്ന് നിസ്കരിക്കായിരിക്കും. ഇപ്പൊ നിൽക്ക എന്നത് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടുള്ളത് നിൽക്ക, നിസ്കാരത്തെ കുറിച്ച് നിൽക്ക. അനുബന്ധമായി ഇരിക്ക എന്നതും ഉണ്ട്. അപ്പൊ ആ പ്രയോഗം അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വ്യായാമമാണ് നിസ്കാരം. നിസ്കാരം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്നത് അവന്റെ ശിരസിലാണ്. ന്യൂറോണുകളുടെ സംഗമ കേന്ദ്രമാണ് ബ്രെയിൻ. ന്യൂറോൺ തന്നെ ഉള്ളൂ, ഞരമ്പുകളെ ഉള്ളൂ ഏറ്റവും കൂടുതൽ. ഏറ്റവും നന്നായി അവിടെ ബ്ലഡ് സർക്കുലേഷൻ എത്തണം. എങ്ങനെ എത്തും? നമ്മുടെ വീട്ടിൽ ടാങ്കിന്റെ ഏറ്റവും മുകളിലെ നിലയില് ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ താഴെന്ന് മോട്ടർ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിലവിൽ വരുന്ന ആ ഫോഴ്സ് എല്ലാം മുകളിലേക്ക് ചെല്ലുമ്പോൾ അതെന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണല്ലോ. ഈ ശരീരത്തിന്റെ മധ്യഭാഗത്തിലാണ് അല്ലാഹു തആല, ഏകദേശം മധ്യഭാഗത്തിലാണ് ഈ മോട്ടർ വെച്ചിരിക്കുന്നത്. ഏത് മോട്ടർ? ഹൃദയം. എന്നാൽ അത് മധ്യഭാഗത്തിൽ അല്ല. താഴേക്കുള്ള പ്രഷർ വല്ലാതെ കൊടുക്കേണ്ടതില്ല ഹൃദയം, രക്തം അങ്ങോട്ട് എത്താൻ. അപ്പൊ കുറച്ച് മുകളിലേക്ക് അങ്ങ് കയറ്റി വെച്ചു എന്നുള്ളൂ. ശരിക്കും മദ്യം പൊക്കിളിന്റെ പരിസരത്ത് വരേണ്ടത്. എന്തുകൊണ്ട് ഇത് കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചു?
അത്രത്തോളം തലയിലേക്ക് എത്തേണ്ട ബ്ലഡ് സർക്കുലേഷന്റെ വേഗതയ്ക്ക് വേണ്ടിയിട്ടാണ്. താഴേക്ക് എന്തായാലും ഊർന്ന് താഴേക്ക് പോകും. ന്യൂട്ടന്റെ സിദ്ധാന്തമൊക്കെ ഉള്ള സ്ഥിതിക്ക് അങ്ങനെ താഴേക്ക് തന്നെ ഗുരുത്വാകർഷണ ശക്തി കൊണ്ട് അങ്ങനെ പോവാം. എന്നാൽ ഈ ശരീരത്തിൽ ഈസിയായി ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിൽ എത്തിക്കാൻ, തലയോട്ടിയിൽ എത്തിക്കാൻ, അതുപോലെ തന്നെ തലയോട്ടിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേസ്റ്റായ കഫത്തെ അതിനെ ഉപേക്ഷിക്കേണ്ട അറയിലേക്ക് മാറ്റാൻ സുജൂദ് എന്ന് പറയുന്ന പ്രവൃത്തി കൊണ്ടേ കഴിയും. സുജൂദ് ചെയ്യുമ്പോൾ ഹൃദയം തലയുടെ മുകളിൽ വരും, അല്ലാതെ വരുമോ? സുജൂദ് ചെയ്യുമ്പോഴേ വരുന്നുള്ളൂ. സുജൂദിന് വേണ്ടി നെറ്റി വെക്കുന്ന സന്ദർഭത്തില് അവന്റെ തലയോട്ടിയേക്കാളും ഉറപ്പായും ഉയരത്തിലായിരിക്കും അവന്റെ ഹൃദയഭാഗം ഉള്ളത്. അങ്ങനെ ആ ബ്ലഡ് സർക്കുലേഷൻ വരുന്നു. നമ്മൾ കന്നുകാലിക്ക് വെള്ളം കൊടുക്കുമ്പോ അവർ പുല്ല് തിന്നുമ്പോൾ അവർ ചീറ്റുന്ന ശബ്ദം കേൾക്കാറുണ്ട്, അല്ലെ? ഒരു ചീറ്റില് അല്ലെ? അതോടൊപ്പം തന്നെ അവരുടെ മൂക്കിന്റെ ഭാഗം എപ്പോഴും നനഞ്ഞിരിക്കുന്നതും കാണാറുണ്ട്. മാതൃഭൂമിയുടെ മറ്റു ആരോഗ്യ മാസികയൊക്കെ ഇടയ്ക്ക് വായിച്ചു നോക്കാം. എന്തുകൊണ്ടാണിത്? അവർക്ക് അനിഷേധ്യമായി തല താഴേക്ക് കുനിക്കൽ ഈശ്വരനായ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അവർക്ക് വെള്ളം കുടിക്കാനും പുല്ല് തിന്നാനും തല കുനിച്ചേ പറ്റൂ. തല കുനിക്കുമ്പോൾ തലയോട്ടിയിലെ മാലിന്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കഫത്തെയും മറ്റു ദ്രാവകങ്ങളെയും പുറത്ത് തള്ളാനുള്ള ഒരു അറ അത് കുനിച്ചു പിടിക്കുമ്പോൾ അതിലേക്കാ ചാടൂ. അതിനുവേണ്ടി അവർക്ക് അള്ളാഹു ജന്മനാൽ ഒരു രീതി ഭക്ഷണത്തിലൂടെയും ആഹാരത്തിലൂടെയും അത് സംഭരിക്കുന്ന മാർഗങ്ങളിലൂടെ കൊടുത്തു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസ്ഥയില്ല. തല കുനിക്കാൻ ആകുള്ള ഒരു അവസ്ഥ സുജൂദാണ്. ഒരുപാട് ശാസ്ത്രീയമായി ഇതിനെ നമുക്ക് പഠിക്കാൻ കഴിയും. സുജൂദ് അള്ളാഹുവോട് ഏറ്റവും അടുക്കുന്നത് സുജൂദിലാണ്. ഈ സുജൂദിൽ ഒരു മനുഷ്യന്റെ ഏകാഗ്രത വന്നുകൂടാണ്. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ പിടിച്ച് ഒരു സ്ഥലത്ത് നിർത്താൻ കഴിയാ എന്നതിനാ സമാധാനം എന്ന് പറയാം. അലഞ്ഞു നടക്കുന്ന മനസ്സ് എന്താവും? പഠിച്ചവനെ അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, അല്ലോ അത് ഞാൻ ഓർത്തത് ഇപ്പോഴാ, ഒക്കെ കൂടിയിട്ട് വരുമ്പോ മനസ്സ് ഇങ്ങനെ കിടന്നോടാം. അതിനെ പിടിച്ച് ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാവാ. ഉദാഹരണം, നമ്മുടെ നേരെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാള് നേരെ നോക്കി ഒന്ന് ചിരിച്ചു, നല്ലൊരു ചിരി കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ നോക്കിന്ന് ചിരിക്കും. ആ ചിരി സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകാഗ്രത ഇങ്ങോട്ട് കിട്ടിയ ചിരിയിൽ കേന്ദ്രീകരിച്ചിരുന്നു. നമ്മുടെ നേരെ ഒരു 2 വയസ്സുള്ള പൊന്നുമോൻ ചിരിച്ചു, നമ്മുടെ വീട്ടിലുള്ള, പിന്നെയും ചിരിച്ചു. എത്ര ടെൻഷനും മറക്കും. എന്തുകൊണ്ട്? ഈ മനസ്സിനെ നമ്മൾ ഏകാഗ്രതയിൽ കൊണ്ടുവന്നത് ആ കുഞ്ഞിളം പ്രായക്കാരന്റെ പനിനീർതളം പോലെ മനോഹരമായ ചുണ്ടുകൾ വിടർന്നോടെത്താം, നല്ലൊരു ചിരി. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഭാര്യ ആരെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ നോക്കുമ്പോൾ നിനക്ക് സന്തോഷം തരാൻ കഴിയുന്നവൾ, നിനക്ക് സമാധാനം, ലിതസ്കുനു ഇലൈഹാ, നിനക്ക് സമാധാനം കിട്ടും അവളുടെ നോട്ടത്തിൽ, അവളെ നീ നോക്കുമ്പോൾ. അള്ളാഹു തൗഫീഖ് കിട്ടും. അല്ലാഹ് ഇപ്പൊ എന്താ ചെയ്യാ? കിട്ടണം. അപ്പോ ആ ഏകാഗ്രതയിലേക്ക് മനസ്സ് കൊണ്ടുപോരാൻ പറ്റുന്ന ഒരു വലിയ ഇടമാണ് സുജൂദ്. ഒരു അത്ഭുതം നിറഞ്ഞൊരു ഹദീസ് പറയാം. صحيح مسلم عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم أقرب ما يكون العبد من ربه وهو ساجد. ഒരു അടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് തവാഫ് ചെയ്യുമ്പോഴല്ല. ഒരു അടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ദിക്ർ ചൊല്ലുമ്പോഴല്ല. തന്റെ അടിമ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സ്വതഖ ചെയ്യുമ്പോഴല്ല, അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്നത്. അവൻ സുജൂദ് ചെയ്യുമ്പോൾ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനൊരു വിദ്യാർത്ഥിയാ, 50 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതേപോലെ ഈ ഹദീസ് കണ്ടിട്ടുണ്ട്. എന്തൊരു ചിന്തനീയമായ ഹദീസാണിത്. ഇത്രയും കിതാബുകളിൽ ഇത്രയും ആവർത്തിച്ച് ഈ ഹദീസ് പറയുമ്പോൾ ആ ഹദീസിൽ വിഭാവനം ചെയ്യുന്ന തത്വം അത്ര വിലപ്പെട്ടതാണ്. അള്ളാഹുവോട് അടുപ്പം കിട്ടാൻ സുജൂദാം.
നമുക്കെല്ലാ ഐശ്വര്യവും കിട്ടാൻ നിസ്കാരം അഫ്ദലുൽ ഇബാദത്ത്. എന്തുകൊണ്ട്? നിസ്കാരത്തിൽ ഈ സുജൂദ് ഉള്ളതുകൊണ്ട്. നിസ്കാരം ശരിയാണോ എന്ന് നോക്കിയാൽ ആ ഫയൽ ക്ലിയർ ആണ് എങ്കിൽ പിന്നെ അതിന്റെ പുറത്തേക്കൊന്നുമില്ല. നമ്മൾ എയർപോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് രേഖകൾ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരിക്കും? പാസ്പോർട്ട് തന്നെ. അത് ക്ലിയർ ആയി അപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയ, പിന്നെ ടിക്കറ്റ്, പിന്നെ ഏകദേശം അപ്പുറത്തേക്ക് പോകാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു അമലാണ്. ഒരുപാട് നന്മ ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. നല്ലത് പറഞ്ഞു തരുമ്പോൾ കേട്ടിരിക്കൽ ഒരു പുണ്യമാണ്. അതിനുവേണ്ടി ഒരു സദസ്സിലേക്ക് ദൂരം താണ്ടി നടന്നു വരൽ ഒരു പുണ്യമാണ്. നമ്മുടെ മുന്നിൽ ഒരാൾ ആവശ്യം പറഞ്ഞപ്പോൾ അത് കേട്ടിരുന്നതും, അയാളോട് നമ്മൾ ആ സങ്കടം കേൾക്കാൻ ഒരു സങ്കുചിതമല്ലാത്ത മനസ്സോടുകൂടെ താല്പര്യപൂർവ്വം നമ്മുടെ കാത് കൊടുത്ത് കേട്ടിരുന്നതും ഒരു പുണ്യമാണ്. സ്വതക്ക കൊടുത്തത് പുണ്യമാണ്, വിളമ്പി കൊടുത്തത് പുണ്യമാണ്, മക്കളെ വളർത്തിയത് പുണ്യമാണ്, ദിക്ർ ചൊല്ലിയത് പുണ്യമാണ്. ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്രയെന്ന് നമുക്ക് തന്നെ അറിയില്ല. എന്നാൽ ഇതിന്റെ കണക്ക് പരിശോധിക്കുമ്പോ ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. പുണ്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു വരുമ്പോ ആ പേപ്പർ നോക്കുമ്പോ ആദ്യം നോക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിസ്കാരമുണ്ടോ ഉണ്ട്, അത് തരക്കേടില്ല എന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ എല്ലാത്തിലും ബ്ലൂടിക്ക് വന്ന് കടന്നു പോവാൻ നിനക്ക്. എന്നാൽ നീ രക്ഷപ്പെട്ടു. ഫഇൻ സലുഹത ഫഖദ് അഫ്ലഹ വഅൻസഹ. നിസ്കാരത്തിന്റെ പരിശോധനയിൽ അത് നന്നായിട്ടുണ്ട് എന്നതാണ് റിസൾട്ട് എങ്കിൽ ഉറപ്പായും നിനക്ക് വമ്പിച്ച വിജയം നബി മുഹമ്മദ് മുസ്തഫ. വഇൻ ഫസദത് ഖദ് ഖാബ ഫഖദ് ഖാബ വഖസിറ. നിസ്കാരത്തിന്റെ പരിശോധനയിൽ അത് പരാജയമാണ് എങ്കിൽ നിനക്ക് ഇനി രക്ഷപ്പെടാൻ ഇല്ലേ ഇല്ല. റവാഹു അബൂ ദാവൂദ്. നബി മുഹമ്മദ് മുസ്തഫ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മ നമ്മൾ ഈ നിസ്കാരം എന്ന പ്രയോഗത്തിലൂടെ, ഞാൻ പറയട്ടെ, നന്മകൾ കബൂലാവാൻ, അമലും കബൂലാകുന്നതിന് വേണ്ടതാ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തും ഇതിൽ ബന്ധിച്ചതാ. പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും. ശത്രുക്കളോട് എതിർക്കുന്നതിനിതു മെച്ചമാ, അത് ആയുധം എന്ന് ഹദീസിൽ വ്യക്തമാ. നല്ലോണം ശത്രുശല്യം ഉണ്ടോ, കൂടുതൽ നിസ്കരിച്ചോളൂ. അല്ലാഹുവേ, നിസ്കാരം ജീവിതത്തിൽ സത്യവിശ്വാസിയുടെ ആയുധം. റബ്ബ് അങ്ങനെയാ തന്നിട്ടുള്ളത്. ഇത് നന്നായാൽ നമ്മൾ നന്നായി. നിസ്കാരത്തിന്റെ സമയം പാലിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിൽ ഒരുപാട് സമയം നമുക്ക് ലാഭം. ഏതെങ്കിലും രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത പരിപാടി വാങ്ക് വിളിക്കണം നേരം അതങ്ങനെ മാറ്റി വെക്കുന്ന പരിപാടിയില്ല. നിസ്കാരം പോലും നമുക്ക് ജമ്മും കസറാക്കാം, പക്ഷെ വാങ്കിന്റെ നേരം അങ്ങനെ ഒരു പരിപാടിയില്ല. എന്തുകൊണ്ട്? ജമ്മും കസറും എന്നത് എല്ലാവരിലും ഇല്ല, അത് യാത്രക്കാരിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ജമ്മും കസറും എന്നതിലേക്ക് നിസ്കാരത്തിന്റെ സമയം തെറ്റിച്ച് നിസ്കരിക്കുന്നു എന്ന ആ അവസ്ഥ, ജമ്അയാക്കി നിസ്കരിക്കുന്നു എന്ന അവസ്ഥ ഇസ്ലാമിക കർമ്മശാസ്ത്രം വിഭാവനം ചെയ്യണമെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയമായി എന്ന് അറിയിക്കൽ വേണം. അത് അല്ലെങ്കിലും ഈ വാങ്കിന്റെ നേരം എന്നത് മുസ്ലിമീങ്ങൾക്ക് മാത്രം ഉപകാരമുള്ള ഒരു കാര്യമാണോ? വാങ്ക് വിളിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള കാര്യം അല്ല. വാങ്ക് വിളിക്കുന്ന സമയം നോക്കി ജീവിതത്തിന്റെ ദിനചര്യകളെ ചിട്ടപ്പെടുത്തുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, വാങ്ക് വിളിക്കാൻ നേരായത് അവർക്ക് അറിയാൻ പറ്റും. കാരണം ഇത് ഒരു പൊതുസമൂഹത്തിന്റെ സമയബോധത്തെ ഉണർത്തുന്ന ഏറ്റവും വലിയ ഘടികാരമാണ്.
വാങ്ക്, നിസ്കാരം ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാ പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നല്ല നിസ്കാരക്കാരനുള്ള വീടിന്റെ 4 കോടിയിൽ നിന്നും 25 വീതം വീട് പിടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഈ നിസ്കാരത്തിന്റെ ഗുണം 100 വീട്ടിലെത്തുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നിസ്കാരം ഉണ്ടാവണം. നല്ല നിസ്കാരക്കാരെ എല്ലാരും ബഹുമാനിച്ചു. ചില ആയത്തുകൾ പഠിപ്പിച്ചു തരുന്നത് നിസ്കാരം ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നാണ്. ഞാൻ ചില ആയത്തുകൾ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാത്തിൻ യതസാഅലൂൻ عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين. ഈ ശരീരത്തിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്തില്ലെങ്കിൽ നേരെ ചെന്ന് ചാടുന്നത് നരകത്തിലേക്കാം. അങ്ങനെ ശരീരത്തെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ ബലം പിടിച്ച് കൊണ്ടുവന്നതിനെയാണ് സ്വാലിഹായ അമലെന്ന് പറയാം. ശരീരം അതിന് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് അതിനങ്ങ് വിട്ടുകഴിഞ്ഞാൽ ശരീരം അതിന്റെ തോന്നിവാസത്തിൽ പോകും. അത് പറ്റൂല. ബലം പിടിച്ച് സുബഹിക്ക് ഈ ശരീരത്തെ എഴുന്നേൽപ്പിച്ചു നമ്മുടെ നിശ്ചയദാർഢ്യം. ആ ശരീരത്തെ ഒളു എടുപ്പിച്ചു. ആ ശരീരത്തെ കൊണ്ട് നിസ്കരിപ്പിച്ചു. ആ ശരീരത്തെ കൊണ്ട് നുണ പറയാതെ പിടിച്ചു നിർത്തിച്ചു. ആ ശരീരത്തെ കള്ളുകുടിക്കാതെ നിർബന്ധിച്ച് പിന്നോട്ട് വലിച്ചു. ആ ശരീരത്തെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈമാൻ എന്ന് പറയുന്നത് എന്തോ ഒരു ചെറിയ വൈദ്യുതി, അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയ ഒരു ചാലക ശക്തി, എന്തോ ഒരു ചെറിയ അമാനുഷികമായ ഒരു പ്രതിഭാസം പിടിച്ചു നിർത്തി അത് ചെയ്യാതെയും ഇത് ചെയ്യാനുമൊക്കെയായി. അല്ലെങ്കിൽ ഈ ശരീരം നേരെ നരകത്തിന്റെ പണയ വസ്തുവാണെന്ന് ഖുർആൻ. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. ഓരോ ശരീരവും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അനുസരിച്ച് നരകത്തിന്റെ പണയവസ്തുവായ ശരീരങ്ങൾ മാറേണ്ടതാണ്. ഇല്ലാ അസ്ഹാബൽ യമീൻ. നന്മ ചെയ്ത് വലങ്കയിൽ കിതാബ് കിട്ടുന്നവരല്ലാതെ. അവരാവട്ടെ സ്വർഗത്തില. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പരസ്പരം അന്വേഷിക്കും. അനിൽ മുജ്രിമീൻ. കുറ്റകൃത്യം ചെയ്തവരെ പറ്റി അന്വേഷിക്കും. അല്ലടാ ഇപ്പൊ ഈ ആളെ കണ്ടില്ലല്ലോ. ആരെ? മറ്റേ ആളെ. അയാള് ഇല്ലില്ല അല്ലേ, സ്വർഗത്തിലില്ല. അപ്പൊ നരകത്തിലായിരിക്കും. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കും. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കും. എല്ലാരെയും കണ്ട് എന്താ ആളെ കാണാത്തത്? ഒരു വെള്ളിയാഴ്ച ദിവസം അത്യാവശ്യം ഒരു നാട്ടില് പരിചയമുള്ള ഒരു ഖത്തീബാണെങ്കിൽ മൂപ്പര് കിഴക്കോട്ട് തിരിഞ്ഞെന്നാണല്ലോ ഖുത്ബോധ അല്ലേ? അതിപ്പോ പരിചയമുള്ള ആൾ അല്ലാത്ത ആള് കിഴക്കോട്ട് തിരിഞ്ഞു ഖുത്ബോധ. ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഖുത്ബോധ നേരത്ത് ഒന്ന് പാളി നോക്കുമ്പോ ആരൊക്കെ ആബ്സെന്റ് ഉണ്ടെന്ന് ഏകദേശമൊക്കെ അറിയാൻ പറ്റും. ഏകദേശം അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ നോക്കി കണ്ട് പരിചയമുള്ള മുഖങ്ങൾ അറിയാൻ പറ്റും. ഇത് സാധാരണ ഒരു അനുഭവമാണ്. ഒരു കല്യാണത്തിന് നമ്മൾ പോയി, അത്യാവശ്യം അവിടെ വിളിക്കാൻ സാധ്യതയുള്ള ആളുകളൊക്കെ നമുക്കറിയാം. പക്ഷെ അവിടെ വരാത്ത 1-2 പേരെ നോട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. സ്വർഗത്തിൽ വന്നപ്പോ ചോദിച്ചു, ഇന്ന ആളുകളെ പറ്റിയൊക്കെ ചോദിച്ചു. അവരിവിടെ ഇല്ലല്ലോ. അപ്പോഴുണ്ട് അവരുടെ മുരടൽ നരകത്തിൽ നിന്നും കേൾക്കാൻ പറ്റി. അതിർത്തിയിൽ വന്നിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരൻ ചോദിച്ചത്, എടാ ആളെ കണ്ടില്ലല്ലോ. ഇവിടെ ഇല്ലല്ലോ, ചിലപ്പോ നരകത്തിലായിരിക്കും. അപ്പോഴുണ്ട് ഈ അന്വേഷിക്കുന്ന ആൾ നരകത്തിൽ നിന്ന് മുരടുന്ന വിളിച്ചു പറയുന്ന ശബ്ദങ്ങൾ ഇപ്പുറത്തുനിന്ന് കേൾക്കാമെന്ന് ഖുർആൻ. അപ്പൊ ചോദിക്കും മാ സലകകും ഫീ സഖർ. നരകത്തിന്റെ ഒരു ഭയാനകരമായ ഒരു ഭാഗമാണ് സഖർ. നരകത്തിന്റെ 7 തട്ടുകളുണ്ട്. ആ 7 തട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടാണ് സഖർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നരകത്തിന്റെ 7 തട്ടുകൾ. ഒന്നാമത്തെ തട്ട് ജഹന്നം, ഏറ്റവും മുകളിലാണത്. മൂമിനായി ജീവിച്ചിട്ട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ട് നന്മയും തിന്മയും തൂക്കിയപ്പോ തിന്മ യാദൃച്ഛികമായി കൂടുതലായി പോയി, നന്മ കുറഞ്ഞു പോയി. അത്യാവശ്യം ദീനൊക്കെ ആയി ജീവിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്ന
നല്ലവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ, പിന്നെ ചീത്തയായി മരിച്ച അങ്ങനെയുള്ള ആളുകളാ ജഹന്നം എന്ന് ഏറ്റവും മുകളിലേക്ക് പോവാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പറ്റേ മോശക്കാരല്ലവര്, അല്ലാഹു ഇതിൽ പെടുത്താതിരിക്കട്ടെ. ജഹന്നം ഏറ്റവും മുകളിലാ. രണ്ടാമത്തേത് ഹുത്തമയാണ്. ഹുത്തമ കേട്ടിട്ടില്ലേ? നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലിഉ അലൽ അഫ്ഇദ വമാ അദ്റാക മൽ ഹുത്തമ. നരകത്തിന്റെ രണ്ടാമത്തെ തട്ടിന്റെ പേര് ഹുത്തമ എന്നാണ്. മൂന്നാമത്തെ തട്ടിന്റെ പേര് സഈർ എന്നാ. വിശദീകരിക്കുന്നില്ല. നാലാമത്തെ തട്ടിന്റെ പേര്, ഒന്നാമത്തെ തട്ട് ജഹന്നം, ഒന്നാമത്തെ തട്ട് ജഹന്നം, രണ്ടാമത്തെ തട്ട് ഹുത്തമ, മൂന്നാമത്തെ തട്ട് സഈർ, നാലാമത്തെ തട്ട് സഖർ, 5 ജഹീം, ഹാവിയ. അങ്ങനെ പോകുന്ന 6-7 തട്ടുകൾ കാണാം. ഏതായാലും സഖർ എന്ന് പറയുന്ന തട്ടിലേക്ക് പോകുന്നത് നിസ്കാരക്കാരാ. അതൊരു വലിയ കുഴിയാണ്. നരകം ഇങ്ങനെ തട്ടുകളായ ഏറ്റവും അടിയിൽ മുനാഫിഖീങ്ങളാ. മുകളിൽ നിന്ന് വരുന്നതായ വേസ്റ്റ് വെള്ളങ്ങൾ, ജലം, മലം, മൂത്രം ഇതെല്ലാം ഒഴുകി വരുന്നത് ഏറ്റവും താഴെത്തട്ടിലാ. ആ താഴെത്തട്ടിലേക്ക് വരുമ്പോൾ അവിടെ മുനാഫിഖീങ്ങളാ. 5-മത്തെയോ 4-മത്തെയോ തട്ടെന്ന് പറയാൻ പറ്റുന്ന സഖർ എന്ന് പറയുന്ന തട്ടുണ്ടല്ലോ, ആ തട്ടിലേക്ക് എത്തുന്നത് നിസ്കാരക്കാരാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ സുഹാബൽ അമീൻ ഫീ ജന്നാതി യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ. നിങ്ങൾ എന്തുകൊണ്ട് സഖർ എന്ന് പറയുന്ന ഈ നരകത്തിന്റെ ഭാഗത്തിലെത്തി? അവര് പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ യഥാർത്ഥ നിസ്കാരക്കാരായില്ല. നിസ്കരിച്ചില്ല എന്നല്ല പറഞ്ഞത്, നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ലോഹറ അസുറും കൂടി കൊണ്ടുവന്നിട്ട് 3:45 ജാമാക്കി നിസ്കരിക്കും അല്ലേ? അപ്പൊ ഒറ്റ ഒതുവില് 2 പരിപാടിയും കഴിയും. അങ്ങനെ ചില ഹിക്മത്തുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ നിസ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ വീഴ്ച വന്നവരാ. അതാ ഞങ്ങൾ ഈ സഖർ എന്ന് പറഞ്ഞ കുഴിയുന്ന, ഈ കിണറിനൊക്കെ സഖർ എന്ന് പറയാം. അങ്ങനെ ഉള്ളതിൽ ഞങ്ങൾ പെട്ടുപോകാൻ കാരണം, നരകത്തിന്റെ സഖർ എന്ന തട്ടിൽ പെട്ടുപോകാൻ കാരണം ഞങ്ങൾ നിസ്കാരത്തിൽ വീഴ്ചയുള്ളവരാ. ആ വീഴ്ച ഉണ്ടെങ്കിൽ മറ്റൊരു നന്മയും കബൂലാവൂല. അതിന്റെ പേരിൽ നമുക്ക് സദഖ ചെയ്യാൻ മടി വരും. നിസ്കാരത്തിന്റെ സമയബന്ധിതമായ നിർവഹണം സാധിക്കുന്നില്ലെങ്കിൽ മറ്റു നന്മ ചെയ്യുന്നിടത്ത് മടി വരും. നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാൻ പറ്റുന്ന ആൾക്ക് 10 സ്വലാത്ത് കൂടുതൽ ചെല്ലാൻ പറ്റും. പലർക്കും അമല് കുറഞ്ഞു പോകുന്നത് അങ്ങനെയാ. നിസ്കാരം കറക്റ്റ് അതിന് നിശ്ചയിച്ച സമയം, ഞാൻ ഇക്കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞിരുന്നു, മരുന്ന് കഴിക്കുന്ന പോലെ അതിന് നിശ്ചയിച്ച സമയത്ത് തന്നെ കഴിക്കണം. ആ പറഞ്ഞ അളവിൽ തന്നെ ചെയ്യണം. എന്നാലാ അതുകൊണ്ട് ശരീരത്തിനൊരു ഗുണം കിട്ടും. ശരീരത്തിനല്ല നിസ്കാരം, ആത്മാവിന്റെ ഔഷധമാണ്. അതതിന് നിശ്ചയിച്ച സമയത്ത് തന്നെ ചെയ്യണം. ഈ നരകവാസികൾ പറയും, ഞങ്ങൾക്ക് അങ്ങനെ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വലം നകുനു തുഇമുൽ മിസ്കീൻ, ഒരാൾക്കും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ ഒരു മിസ്കീനെ സഹായിക്കാനുള്ള മനസ്സൊന്നും ഞങ്ങൾക്ക് അതിന്റെ പേരിൽ ഉണ്ടായില്ല. അങ്ങനെ ഒരു നന്മ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. മാത്രവുമല്ല, ജനങ്ങളുടെ പോരായ്മ പറയുന്നതിലേക്ക് ഞങ്ങളും ചെന്ന് പെട്ടുപോയതാ. എന്തുകൊണ്ട്? അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി ഞങ്ങളുടെ ആത്മാവിന്, ഞങ്ങളുടെ മനസ്സാക്ഷിക്ക്, ഞങ്ങളുടെ സ്വമേധയാ ഉള്ള ബോധത്തിന് നിസ്കാരം കൊണ്ട് കിട്ടേണ്ടത് കിട്ടാതെ പോന്നു. മാത്രവുമല്ല, വകുന്നാ നുകല്ലിബു ബിയൗമിദ്ദീൻ, പടച്ച റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യണോലോ, വിചാരണ ചെയ്യുമല്ലോ. പരലോകമെന്ന ചിന്ത തന്നെ ഞങ്ങളേന്ന് പോയത് നിസ്കാരം സമയം തെറ്റിയത് കൊണ്ടാ. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് തൊണ്ടക്കുഴിയിൽ റൂഹെത്തിയ നേരമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സമയബന്ധിതമായ നിസ്കാരം, ഇതേ ആശയത്തിലൊരു അധ്യായം തന്നെ ഉണ്ട്. മുനാഫിഖീങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണെന്ന് ആ അധ്യായത്തെ പറ്റി മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇമാം ഖുർത്തുബിയെ പോലുള്ളവർ പറഞ്ഞു. അതല്ലാതെ അബൂജഹലിനെ പറ്റിയാ പറഞ്ഞത്, അതല്ലാതെ വലീദ് ബിൻ മുഗൈറയെ പറ്റിയാ പറഞ്ഞത്. എന്താ അധ്യായത്തിൽ പറഞ്ഞത്?
أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. യത്തീമിനെ സഹായിക്കൂല, മിസ്കീന് ഭക്ഷണം കൊടുക്കൂല, മറ്റു സൽക്കർമ്മങ്ങൾ ചാരിറ്റി ഒന്നും ചെയ്യൂല, സദഖയും ചെയ്യൂല, ഒന്നും ചെയ്യൂല. ആരാണത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരം സമയം തെറ്റിയവരാണെന്ന് ഖുർആൻ. വലിയ ഗൗരവ. അല്ലാഹു അത് പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാളുടെ പാപം പൊറുക്കാൻ, ശ്രദ്ധിച്ചോ, ഒരാളുടെ പാപം പൊറുക്കാൻ, ഒരാൾക്ക് നന്നാവാൻ ഒരു 10 ദിവസം ആ വാങ്ക് വിളിക്കുന്ന നേരത്തെ തന്നെ നിസ്കരിക്കാൻ, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവന്റെ പാപം അല്ലാഹു പൊറുക്കും, അവൻ നന്നാവുമെന്ന് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖിമിസ് സ്വലാഹ طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين وأقم الصلاة. നിസ്കാരത്തെ അതിന് നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും അർഹതയുള്ള സമയത്ത് തന്നെ നിങ്ങൾ പതിവാക്കി പോരണേ. ഖുർആൻ അതിന്റെ ഏറ്റവും അടുത്ത സമയം. സഹോദരിമാരെ, ഒരുപാട് തുണി അലക്കാനുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ അതൊരു കാരണമല്ല. മീൻ വെട്ടിയതിന്റെ പേരിൽ എന്റെ ഡ്രസ് മുഴുവൻ നാശമായിരുന്നു. അള്ളാഹിന്റെ മുന്നിൽ അതൊരു കാരണമല്ല. കുട്ടി മൂത്രമൊഴിച്ചത് ദേഹത്തായിരുന്നു. അള്ളാഹിന്റെ മുന്നിൽ അതൊരു കാരണമല്ല. അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുന്ന നമ്മുടെ കാരണങ്ങൾ കാരണമല്ല. വിരുന്നുകാര് വന്നു, അത് കാരണമല്ല. കാരണം അള്ളാഹ് നിശ്ചയിച്ച ചില കാരണങ്ങളുണ്ട്. അതല്ലാത്ത കാരണങ്ങൾ കാരണമല്ല. ആരെ പറ്റിക്കാൻ പറ്റും? അള്ളാഹിനെ പറ്റിക്കാൻ പറ്റൂല. അള്ളാഹുവിനെ പറ്റിക്കാൻ നമുക്ക് കഴിയൂല. അവന്റെ അടുക്കൽ ലീവാവണമെങ്കിൽ അവൻ പറഞ്ഞതേ ഉള്ളൂ. അവനെ ബോധിപ്പിക്കാൻ നമ്മൾ എത്ര ഉരുണ്ട് കളിച്ചിട്ടും കാര്യമില്ല. സമയബന്ധിതമായി നിർവഹിച്ചോളൂ നിസ്കാരത്തെ. ഇരുളുമുറ്റിയ നേരത്തെ 3 എണ്ണവും പകലിന്റെ വെളിച്ചത്തെ 2 എണ്ണവും. അങ്ങനെ ഇരുളുമുറ്റിയ നേരത്ത് 3 എണ്ണം. അതേതൊക്കെയാ? മഗ്രിബ്, ഇഷ, സുബഹി. പകലിന്റെ വെളിച്ചത്തെ 2 എണ്ണം ളുഹർ, അസ്ർ. ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് ചേകന്നൂരിന് അറിയില്ലായിരുന്നു. മുമ്പ് ഒറ്റക്ക് സ്വർഗത്തിൽ പോയി എന്നിട്ട് മനസ്സിലായില്ല. ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. സുലഫ് എന്ന് പറഞ്ഞാൽ ബഹുവചന. ആ രീതിയിൽ ഖുർആൻ കൃത്യമായി തന്നെ 5 പറഞ്ഞിട്ടുണ്ട്. 5 പറഞ്ഞില്ല എന്നല്ല, പറഞ്ഞിട്ടുണ്ട്. 5നെയും നിങ്ങൾ സമയബന്ധിതമായി നിർവഹിച്ചു പോന്നാൽ ഒന്ന് തീരുമാനം എടുക്കുക. അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ ചെയ്യും. എന്തെങ്കിലും ആവട്ടെ, ഒരു 11 മണിയാവുമ്പോ തന്നെ തോന്നണം, എന്തേ സമയായിട്ടോ എന്നൊരു തോന്നല്. ആ തോന്നല് നമ്മൾ സമയം പാലിച്ചുകൊണ്ട് കൃത്യമായി ചെയ്യുന്ന, ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരേ ഒരു സൽക്കർമ്മം സ്കൂൾ ബസ് വരുമ്പോ പിള്ളേരെ യാത്രയാക്കൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? മരുന്ന് കഴിക്കാനും സമയം തെറ്റും, കല്യാണ വീട്ടിൽ പോകാനും സമയം തെറ്റും, ഒക്കെ സമയം തെറ്റും. ആ വണ്ടി വരുന്നതും നോക്കും, ആ ഹോണടി ആ വളവങ്ങയെന്ന് കേൾക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് തന്നെയാ പറയുന്നത്. ഓരോ വീട്ടിൽ തന്നെയുള്ള സ്കൂൾ ബസ് വരുമ്പോഴേക്കും കുട്ടികൾ റെഡി ആയിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സമയം പാലിക്കുക എന്നുള്ള ഏകദേശമൊക്കെ അവിടെയാണ് ഉള്ളത്. വേറെ എവിടെ ഞാൻ കാണുന്നില്ല. സമയം പാലിക്കലും പൊതുവേ തെറ്റി. അങ്ങനെ ഒരു തെറ്റല് പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് സമയത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടുള്ളൊരു സമുദായം വേറെ ഇല്ല എന്നുള്ള. സമയം മൈക്രോ സെക്കൻഡ് പറഞ്ഞത് ഖുർആനാ. മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഖുർആനാ. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്ക ഭാഗത്താണ് മനുഷ്യൻ സെക്കൻഡിനെയും വിഭജിക്കാം എന്നതിലേക്ക് ചിന്ത പോയത്. പക്ഷേ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ അന്ന് സമയത്തെ വിഭജിച്ചിരുന്നു എന്ന് മഹാനായ സുലൈമാൻ നബിയുടെ ചരിത്രത്തെ പറയുന്ന സൂറത്ത് നംലിന്റെ ആയത്ത്. ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക, ഒരു കണ്ണിന്റെ പോള ആ ഇമ പരസ്പരം കൂട്ടിമുട്ടുന്ന സമയം എത്ര ഉണ്ടാവും? 2 ഇമകൾ തമ്മിൽ
അവിടുന്ന് ഈ രണ്ട് ഇമകൾ, മുകളിലെ ഇമ താഴെ ഇമയോട് മുട്ടാൻ എത്ര സമയം വേണം? ഒരു സെക്കൻഡ് വേണോ? വേണ്ട. അതിന്റെയും മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന്റെയും മുമ്പ് എന്ന് പറയാൻ പറ്റുന്ന ടൈം മതി. ആയിരക്കണക്കിന് കിലോമീറ്റർ എന്ന് പറയാവുന്ന അകലത്തിലുള്ള ബൽക്കീസിന്റെ കൊട്ടാരത്തിലെ പച്ചക്കോമേദങ്ങളും തീർപ്പൂജ്യങ്ങളും പുഷ്യരാഗങ്ങളും പതിപ്പിച്ച നയന മനോഹരമായ സിംഹാസനത്തിൽ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞ മഹാനായ ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ പറഞ്ഞ വാക്ക് സെക്കൻഡിനെയും വിഭജിച്ചു എന്ന് പറഞ്ഞ ഖുർആൻ. സെക്കൻഡിനേക്കാളും മുമ്പ്, മൈക്രോ സെക്കൻഡുകളിൽ അളക്കാൻ കഴിയാത്ത, ഇനി ഒരു കണ്ണ് ചിമ്മാൻ മൈക്രോ സെക്കൻഡ് മതി എന്ന് പറഞ്ഞ അതിന്റെ മുമ്പ്. അങ്ങനെ സമയത്തെ പറഞ്ഞ ഹുവല്ലദീ ജഅല ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ വഖദ്ദറഹു മനാസില ലിതഅലമൂ അദദസ്സിനീന വൽ ഹിസാബ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ പടച്ചവൻ എന്തിനാണ്? ലിതഅലമൂ അദദസ്സിനീൻ, എത്ര കൊല്ലം ജീവിച്ചു എന്നറിയാൻ, വൽ ഹിസാബ്, സമയം അറിയാൻ, കണക്ക് നോക്കാൻ വേണ്ടി എന്ന് ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം പാലിച്ചുകൊണ്ട് നിസ്കരിച്ചോളൂ. ഇന്നൽ ഹസനാത്ത്, അങ്ങനെ 5 വഖത്ത് ഒരു ദിവസം നിനക്ക് സമ്പാദിക്കാൻ പറ്റിയാൽ അതാണ് പരിപൂർണ നന്മ. ആ നന്മ വന്നാൽ യുദ്ഹിബിന സയ്യാത്ത്, നിന്റെ ദുശീലങ്ങൾ മാറുമെന്ന് ഖുർആൻ. അദ്ഹബ യുദ്ഹിബു എന്ന പ്രയോഗം സാധാരണ ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? അദ്ഹബ യുദ്ഹിബു എന്ന പ്രയോഗം സാധാരണ ചെയ്യുന്നത് തുരുമ്പ് പിടിച്ച ഒരു അരിവാള് ഒരു കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയി കൊടുത്താൽ ഉലയുടെ അകത്ത് ആളിക്കത്തുന്ന കനൽ കട്ടയിലേക്ക് തുരുമ്പിച്ച അരിവാള് വെച്ച് കഴിഞ്ഞാൽ ആ തീ ഇങ്ങനെ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുരുമ്പ് നീങ്ങുന്നത് ഏതുപോലെയോ, അത് കഴിഞ്ഞ ആ ഇരുമ്പിന്റെ ദണ്ഡിന്, ആ ആയുധത്തിന് മൂർച്ച വരുന്നതിന്റെ തീവ്രത എങ്ങനെയോ അവിടെ പറയുന്ന പ്രയോഗമാണ് അദ്ഹബ യുദ്ഹിബു. മനസ്സിലായില്ല? ആ വാഴയുടെ ചോട് ഇങ്ങനെ നന്നാക്കി വന്നപ്പോഴാ പണ്ടത്തെ ഒരു പിച്ചാത്തി കിട്ടിയത്. നല്ല പച്ചയിരുമ്പ്, ഇത് കളയാൻ പറ്റില്ല, ഒന്ന് കുടഞ്ഞു നോക്കി, കൊട്ടി നോക്കി, മണ്ണൊക്കെ പോയി, നല്ല തുരുമ്പ, എന്നാലും ഇതിന് നല്ല വാഴ്ത്തല കിട്ടും, നല്ല ഇരുമ്പാണിത്. അങ്ങനെ കൊല്ലന്റെ ആലയിച്ചെന്നു ഉലയിലെ തീയിലിട്ട് ഇങ്ങനെ കാഞ്ഞു, എന്നിട്ട് അതിനൊന്ന് ഫ്രഷ് ആക്കി എടുത്തു. ഈ സാധനം ആദ്യം കണ്ടത് ഇതും തമ്മില് നല്ല മാറ്റമുണ്ട്. ആ പെർഫോമൻസ് ആണ് ഒരു മനുഷ്യന്റെ നന്മയുടെ ഏടിലേക്ക് നിസ്കാരത്തെ സമയത്തിൽ ചെയ്താൽ കിട്ട എന്ന് ഖുർആൻ. ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം പറയാം. രാവിന്റെ ഇരുള് മുറ്റിയ ആ സന്ദർഭത്തെ, ഇരുള് തിങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലെ 3 എണ്ണവും പകലിന്റെ വെളിച്ചത്തിലെ 2 എണ്ണവും എന്ന 5 വഖത്തിന്റെ നിസ്കാരത്തെ സമയം പാലിച്ച് ആദ്യ സന്ദർഭത്തിൽ നിങ്ങൾ നിർവഹിച്ചാൽ ഇന്നൽ ഹസനാത്ത്, അതാണ് സ്വീകാര്യോഗ്യമായ പുണ്യങ്ങൾ. യുദ്ഹിബിന, ആ പുണ്യം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കും. ഏതുപോലെ? ഇരുമ്പിന്റെ തുരുമ്പ് കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിൽ കാഞ്ഞപ്പോ നീങ്ങിയ പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ പാളിച്ചകളെ, കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളെ, നിലവിലുള്ള ദുശീലങ്ങളെ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ആശയം ദിക്റാ, അത് ചിന്തിക്കാനുള്ളതാണ്. ലിദ്ദാകിരീൻ, പടച്ചോനെ ഓർത്ത് ജീവിക്കണമെന്ന്, ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ഈ ആയത്ത് പാഠമാ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമൊന്നുമല്ലത്. മുനാഫിഖീങ്ങളെ പറഞ്ഞു ഖുർആനിൽ. എത്രയാ പറഞ്ഞു? ഒന്ന് പരിശോധിക്കാം. അൽ ബഖറയിലെ ആദ്യത്തെ 20 ആയത്ത്. സൂറത്തുൽ ബഖറ പിശാചിനെ ഓടിക്കുന്ന അധ്യായമാണ്. ഒരു വീട്ടിലത് വീട് പണിത ശേഷം 7 പ്രാവശ്യം പാരായണം ചെയ്തിരിക്കണമെന്നാണ്. ഒരു വീട് പണിതിട്ട് ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ അൽ ബഖറ 7 എണ്ണം പാരായണം ചെയ്തതാവണം. എന്തുകൊണ്ട്? ശൈത്താനെ അതിരുവിലക്കലാണിത്.
മഹാനായ ശൈഖുനാ ചെറുവാളൂർ ഉസ്താദ് അല്ലാഹു ഖബർ വെളിച്ചാക്കട്ടെ എപ്പോഴും പറയുമായിരുന്നു, മിക്കവാറും ഒരു വിഷമം വീട്ടിലുണ്ടെന്ന് പറഞ്ഞു ചെല്ലുന്നവരോട് പറയും, ഇത് 7 പ്രാവശ്യം വീട്ടിൽ അങ്ങോട്ട് ഓതിക്കോ, അത് മാറിക്കോളൂ. എന്തുകൊണ്ട്? അൽ-ബഖറ 7 വട്ടം ഓതുമ്പോ ഹദീസിലുണ്ടല്ലോ, ലാ തജഅലു ബുയൂതകും മഖാബിറ, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹു മുസ്ലിം, നിങ്ങളുടെ കുടുംബങ്ങളെ, വീടുകളെ നിങ്ങൾ പിശാച് നിറഞ്ഞു നിൽക്കുന്ന ശവപ്പറമ്പാക്കല്ലേ. ശവപ്പറമ്പിൽ പിശാചുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശൈത്വാന്മാർ ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ സാധ്യതയുള്ളത് മുസ്ലിം അല്ലാത്തവരെ മറവ് ചെയ്യുന്ന ശ്മശാന ഭൂമികളിൽ. അല്ല, മുസ്ലിമീങ്ങളെ മറവ് ചെയ്യുന്നിടത്തുണ്ടാവും, എല്ലാ സ്ഥലത്തുണ്ട്. ഇബ്നു കഞ്ചൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ജിന്ന് മുഹമ്മദ് ഈസ ദാവൂദ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ചെറിയ ലിഖിതങ്ങൾ ഗൂഗിളിലുണ്ട്. ഇബ്നു കഞ്ചൂറുമായി മുഹമ്മദ് ഈസ ദാവൂദ്, അദ്ദേഹം ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വലിയ ബിരുദമൊക്കെ എടുത്തു വന്നാണ്. കൈറോയിലൊക്കെ പഠിച്ചിട്ടുള്ള വലിയ വിദ്യാഭ്യാസ വിദഗ്ധനായ മുഹമ്മദ് ഈസ ദാവൂദ് ഇബ്നു കഞ്ചൂർ എന്ന് പറയുന്ന മുസ്ലിം ജിന്നുമായി നടത്തിയ സംഭാഷണത്തിൽ ഈ മുസ്ലിം ജിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഭൂമിയിൽ വസിക്കുന്ന ഇടങ്ങൾ എവിടെ എന്ന്. 72% ജിന്നുകൾ വസിക്കുന്നത് വെള്ളത്തിലാണ്, സമുദ്രത്തിലാണ്. ബർമുഡ ട്രയാങ്കിൾ ഒക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ ഭാഗം. അങ്ങനെയെങ്കിൽ ശവപ്പറമ്പുകൾ മനുഷ്യനെ കുഴിച്ചിടുന്നോടത്ത്, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമികമായ അന്തരീക്ഷമില്ലാത്തടത്ത് കൂടുതലുണ്ടാവും. അതുപോലെ നിങ്ങളുടെ വീടാവല്ലേ, ശവം കുഴിച്ചിട്ട സ്ഥലം പോലെ നിങ്ങളുടെ വീടാവല്ലേ, അവിടെ പിശാച് കൂടുതലാണ്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ചില വീടുകളിലെ രോഗങ്ങൾ മാറുന്നില്ല. ചില വീട്ടുകാര് പറയും, ഒരു സ്വസ്ഥതയുമില്ല, ഒരു ഐശ്വര്യവുമില്ല ഉസ്താദേ, എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. പരിഹാരം കേട്ടോളൂ. റസൂലുള്ള പറഞ്ഞു, ഒരു അൽ-ബഖറ ഓതിയാൽ 3 ദിവസം നിന്റെ വീടിന്റെ പരിസരം തന്നെ പിശാച് മറക്കും. അൽ-ബഖറ ഓതുമ്പോൾ ഇന്ന ശൈത്താന യഗ്ഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, അൽ-ബഖറ ഓതുന്ന വീട്ടിൽ നിന്നും പിശാച് പാഞ്ഞ് അകലുമെന്ന് ഖാല റസൂലുള്ളാഹി. അൽ-ബഖറ ഓതിയാൽ മതി. ഒരു അൽ-ബഖറയുടെ എഫക്റ്റ്, ഒരു പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 8 മണിക്കൂർ വരെ അതിൻ്റെ ഇത് കിട്ടുമെന്ന്. അതാണ് 1 വീതം. എത്ര തരാ? നല്ല പനിയാണെങ്കിൽ 1 വീതം 3 തരം എന്നാ പറയാം. 8 മണിക്കൂർ വരെ അത് കിട്ടാൻ സാധ്യതയുണ്ടെന്നാ. 8 മണിക്കൂർ വരെ അത് കഴിച്ച ശരീരത്തിലെത്തി ദഹിച്ചാലും അതിന്റെ ആ ഒരു ഇത്. ഒരു അൽ-ബഖറ 3 ദിവസം വരെ പിശാചിന ഏരിയയില് അട്ടിപ്പിക്കില്ല. നല്ലൊരു അൽ-ബഖറ ഓതിയെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. നല്ലോണം ഒരു ഒഴുക്കൻ സാമ്പാറാണെങ്കിൽ അത് ഇന്നത്തോടുകൂടി നിർത്തിക്കോളാൻ പറയും. ആര്? ഭർത്താവ് പറയും. നല്ല സാമ്പാറാണെങ്കിലോ, ആ കൊള്ളാലോ, ഇടക്കിടക്ക് ഇത് വെക്കട്ടോ എന്ന് പറയും. നല്ല ഒഴുക്കം മട്ടിനുള്ള കാണിക്കലാണ് നമ്മൾ അൽ-ബഖറ ഓതിയപ്പോ കാണിച്ചതെങ്കിൽ പിശാച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും. നല്ലൊരു അൽ-ബഖറ നല്ലോണം നല്ല നെയ്യത്തില്, പടച്ചോനെ ഇതുകൊണ്ട് ഗുണം വേണേ. ഓരോ ആയത്തിലും അല്ലാഹുവോട് മനസ്സ് കൊടുത്ത് അഭയം തേടിക്കൊണ്ട് ഒരു അൽ-ബഖറ ഓതിയാൽ 3 ദിവസം വരെ പിശാച് അകന്നു നിൽക്കും. അങ്ങനെ 3 എന്നത് 7 21 തുടർച്ചയായിട്ട് അങ്ങ് കൊടുത്താൽ പിന്നെ അവൻ വരൂല. 21 ദിവസത്തെ പ്രഹരം അവന് കിട്ടിക്കഴിഞ്ഞു. 7 ദിവസം അൽ-ബഖറ ഓതുമ്പോൾ 7 ദിവസം ഓതുമ്പോൾ ഒരു ദിവസത്തിന് 3 ദിവസം എന്ന കണക്കിലാണ് പിശാചിന് പ്രഹരം കിട്ടുക. 7 21 അവൻ ഓടിയകലും. അൽ-ബഖറയിൽ എന്താണ് ചർച്ച? സൂറത്തുൽ ബഖറ തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തെ 20 ആയത്ത് എടുത്തു നോക്കിയാൽ കാണാം. ആദ്യത്തെ 5 ആയത്ത് മുഅ്മിനീങ്ങളെ പറ്റിയാ. പിന്നെ പറഞ്ഞ 2 ആയത്ത് 6ഉം 7ഉം കുഫറിനെ പറ്റിയാ. 20 ആയത്തല്ലേ? ഇനി ബാക്കി എത്രയുണ്ട്? 13 ആയത്തും മുനാഫിഖിനെ പറ്റിയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം.
ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അടുത്തെന്താ? വയുഖീമൂന സ്വലാഹ്. എന്തിനെ പറ്റിയാ പറഞ്ഞു? തുടങ്ങാണ് അൽ ബഖറ തുടങ്ങിയതെന്താ? നിസ്കാരം. ഈമാൻ കഴിഞ്ഞപ്പോൾ യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ്. എങ്ങനെയും നിസ്കരിക്കാനല്ല പറഞ്ഞത്, യുഖീമൂന, അതിന്റെ സമയം പാലിച്ച് നിസ്കരിക്കുന്നവരുടെ ഗുണങ്ങളാണ് മുഅ്മിനിന്റെ ഗുണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടേ ഗുണമുള്ളൂ, അതുകൊണ്ടേ നമുക്ക് ഗുണമുള്ളൂ. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ശീലമാണ് മക്കൾക്കുള്ളതെങ്കിൽ നിർബന്ധിക്കണം. ഉമ്മ അത് ഖളാ ആകുന്നതിന് മുമ്പ് പോരാ മോനെ, ഖളാ ആകുന്നതിന് മുമ്പല്ല. നീ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിന്റെ വയറ് വീർത്ത് കെട്ടും, നിനക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാകും, അല്ലേ? എന്നാൽ നിസ്കാരവും അത് തന്നെ. സമയം തെറ്റിയാൽ അത് നിനക്ക് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാവും. എന്തുകൊണ്ടാ? നിന്റെ സമയത്ത് നീ മാനിക്കുന്നില്ല. മുനാഫിഖീങ്ങളെ പറ്റി പറയുന്നുണ്ട് അൽ ബഖറയുടെ 7ഉം 6ഉം 7ഉം കുഫർ പറഞ്ഞു, 8ഉം 9ഉം മുതൽ അങ്ങനെയാണ്. എന്താണ് മുനാഫിഖീങ്ങളെ പറ്റി പറയുന്നോടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ ചിലരുണ്ട്, അവര് പറയും ഞങ്ങൾ അല്ലാഹനെ വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യനാളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഹും ബിമുഅ്മിനീൻ. അവരൊരു കുന്തോ അല്ല, അവർ മുഅ്മിനല്ല. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. യഥാർത്ഥത്തിൽ അവർ കയ്യ് കെട്ടിയിട്ട് അല്ലാഹനെ കളിയാക്കാണ്. അവരെ കയ്യ് കെട്ടാൻ വന്നത് അല്ലാഹനെ കളിയാക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തിരിക്കുന്നത് സമയത്തിനുള്ളതാ. ഞാൻ ചോദിക്കട്ടെ, 8:30 മണിക്ക് ബെല്ലടിച്ച് ക്ലാസ് ആരംഭിക്കുമെന്ന് പറഞ്ഞ ആ സ്കൂളിൽ ഒരു കുട്ടി സ്ഥിരമായി 8:30 വരുന്നില്ല. അവൻ വരുന്നത് 9-നോടടുത്ത നേരം, എന്നും വൈകി വരുന്നു. ആ കുട്ടിയോട് ആ ക്ലാസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന അധ്യാപകന് വല്ല തൃപ്തി ഉണ്ടാവും? അവൻ വന്നോന്ന് വെച്ചാൽ വന്നു. അവിടെ അവനോട് ഉണ്ടായെന്ന് വെച്ചില്ല, അവിടെ ഉണ്ട്. അതിനൊരു സമയം അല്ലാഹു നിശ്ചയിച്ചു. കിതാബം മൗഖൂതാ, നിങ്ങൾക്ക് വഖത്ത് നിശ്ചയിക്കപ്പെട്ട ഫർളായ അമലാണ് നിങ്ങളുടെ നിസ്കാരമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ സുദീർഘമാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഘടികാരമാണ് നിസ്കാരം. അതിന്റെ സമയത്ത് നമ്മൾ പാലിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ സമയത്തിൽ മാറ്റങ്ങൾ വരും. ജീവിതത്തിൽ സമയം കിട്ടുന്നില്ല എന്ന പരാതി മാറും. ആദ്യം തന്നെ സുബഹിക്ക് എണീക്കുമ്പോ തന്നെ അടുപ്പത്തേക്ക് അരിക്കുള്ള വെള്ളം അങ്ങോട്ട് വെച്ചാൽ തന്നെ ചായക്ക് വേണ്ടി എടുക്കാൻ അല്ലെ, അടുപ്പം അങ്ങോട്ട് പൂട്ടിയ അല്ലെ. ആ ഗ്യാസ് ഉപയോഗിക്കുന്ന വീട്ടിലാണെങ്കിൽ അങ്ങനെ, വിറക് എത്തിക്കുന്ന വീടാണെങ്കിൽ ആ എണിച്ചു വരുമ്പോ തന്നെ അങ്ങനല്ലേ. ഒരു വലിയൊരു വർക്ക് അവിടെ കഴിഞ്ഞ ആ അരി അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ പകുതിയിലധികം ഞാൻ വേവണനുമ്പോ ആ വെള്ളത്തിൽ നിന്നൊരു കപ്പ് വെച്ച് മുക്കിയെടുത്താൽ ചായക്കുള്ള എന്ന് കിട്ടും. ഞാൻ നിങ്ങളെ അടുക്കളപ്പണി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ല. ഒക്കെ അതിന്ന് കിട്ടും. ഒരു രാവിലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരാളാണ് ഇത്തിരി വലിയ കലം വാങ്ങിയാൽ മതി, എല്ലാ പ്രശ്നവും അതിലുണ്ട്. എവിടെ? ഈ അടുപ്പിന്റെ ഒട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. എല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ സമയത്തിൽ കുറെ മാറ്റങ്ങൾ വരും. മുത്തുനബി പറഞ്ഞു, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് മനുഷ്യർക്ക് തോന്നും സമയം പോയല്ലോ, ഒരാഴ്ച പോയത് എങ്ങനെയാന്ന്, പഠിച്ചവന് ഒരു കൊല്ലായ നാള് കഴിഞ്ഞ മാതിരി തോന്നാം. അങ്ങനെ പറയാറില്ലേ? ഒരു കൊല്ലായ തോന്നല്ല കേട്ടോ. ഒരാഴ്ച പോയതറിഞ്ഞില്ല. സമയം പോയത്, സമയം സമയത്തോടടുത്തു. മനുഷ്യർക്ക് തോന്നും ഏത് കാര്യത്തിനും സമയം തികയുന്നില്ല എന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളം.
മനുഷ്യർ അങ്ങനെ അനുഭവിച്ച് ജീവിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാൻ നേരം കിട്ടുന്നില്ല. ഇന്നായിരുന്നു നമുക്കത് വേണ്ടത്. നേരം പോയിഞ്ഞിപ്പോ നാളെ ആവട്ടെ അല്ലെ? എത്ര പദ്ധതികളാ ഓരോ വ്യക്തികളും ഇന്ന് കഴിയേണ്ടത് നാളത്തേക്കും പിന്നെ അപ്പുറത്തേക്കും മാറ്റിവെക്കാം. ഇങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ മനുഷ്യൻ ജീവിക്കുന്ന കാലമാണ് ഖിയാമത്തിന്റെ അടയാളം. നബി മുഹമ്മദ് മുസ്തഫ ഖിയാമത്ത് നാളിനോടടുക്കുമ്പോ മനുഷ്യർക്ക് ഫത്തകൂനു സനത്തു കശ്ശഹരി, ഒരു കൊല്ലം ഒരു മാസം പോലെ, വശ്ശഹുറു കൽ ജുമുഅ, ഒരു മാസം ഒരു ആഴ്ച പോലെ, വതകൂനുൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ, വയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ, വതകൂനു സഅതു കൽ റുമതി ബിന്നാർ, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് തീപ്പൊരി അണയുന്ന പോലെ. നബി മുഹമ്മദ് മുസ്തഫ ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു മണിക്കൂർ എങ്ങനെ തീരാന്നറിയോ? ഒരു തീപ്പെട്ടി കൊള്ളി ഉറച്ചു, സ്വാഭാവികമായിട്ട് ആ കത്തി വന്ന അപ്പൊ തന്നെ കിട്ടുമല്ലോ. പിന്നെ അതിന്റെ തുമ്പിൽ ചെറുതായിട്ടൊരു ചുവന്ന കളറിലൊരു സാധനമുണ്ട്. എത്ര സെക്കൻഡ് വേണ്ടി വരും അത് കറുപ്പായി മാറാൻ? ഒരു തീക്കനല് തീപ്പൊരി കരിയാകുന്ന പോലെ അത്ര നേരെ നമുക്ക് തോന്നൂ ഒരു മണിക്കൂർ തീരുന്നതെന്ന്. എന്റെ വക പറഞ്ഞതല്ല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്, അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയാ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള പരിഹാരം, നിസ്കാരത്തെ അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിച്ച് പോന്നാൽ ഇങ്ങനെ കുറെ നേട്ടങ്ങളുണ്ട്. നമ്മളും നന്നാവും, നമുക്ക് സമയവും കിട്ടും. ഉച്ചക്ക് ചോറിട്ടൊക്കെ കഴിഞ്ഞൊരു 15 മിനിറ്റ് കിടക്കാനും നേരം കിട്ടും, ഒക്കെ കിട്ടും സമയത്തിന്. ആദ്യം തന്നെ ഈ സാധനം ഉണ്ടല്ലോ, ആ കിടക്കപ്പായി നിന്നാണ് മാറ്റി വെക്കുക. ആരാണ്ട് സമയം നോക്കാൻ വേണ്ടി മൊബൈലിൽ നോക്കിയാൽ അതോടുകൂടി ഉള്ള സമയം കൂടി പോയി. അത് നോക്കിയപ്പോഴാണ് മൂത്താപ്പാട് പോകാൻ മെസ്സേജ് അയച്ചത് കണ്ട് പിന്നെ അതിന്റെ പുറകെ പോയി. അങ്ങനെ പോയി 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 അവസാനം ഈ കുന്തം എന്തിനാ എടുത്തെന്ന് മനസ്സിലാവണില്ല. സമയം നോക്കാൻ വേണ്ടിട്ട് മൊബൈൽ എടുത്ത് എന്ത് ചെയ്യും? സമയം പോകും. ഒരു മനുഷ്യന്റെ സമയം കളയുന്ന സമയക്കൊല്ലികളാ ഇഷ്ടം പോലെ. എന്നിട്ടും നമ്മൾ പറയും നേരം പോക്കില്ല. അതെ, അതിന് സുഖമല്ലെന്ന് പറയാം. അതിന് വേറെ മരുന്ന്, അതിന് വേറെ മരുന്ന്. ഒരു മനുഷ്യന്റെ ആയുസ് സ്വന്തം സമയത്തെ പാഴാക്കിയവന്റെ ആയുസ്സാണ് അവൻ പാഴാക്കിയതെന്ന് മഹാനായ റസൂലുള്ളാഹി. തിരിച്ചു കിട്ടൂലല്ലോ, അത് തിരിച്ചു കിട്ടൂല. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഈ നിസ്കാരം തരുന്ന ഒരു സ്വാധീനമുണ്ട്. നമ്മളെ നന്നാക്കല, നമ്മളെ ഒരു നല്ല ഫ്രഷായി നല്ല ആരോഗ്യമുള്ള ആളായി. ഞാൻ അതിന്റെ ശാസ്ത്രീയമായ ഭാഗങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, മനസ്സിന്റെ ചിന്ത, ഇതൊക്കെ വളരെ കൃത്യമായി നിസ്കാരം ഇങ്ങനെ കൊണ്ടുവരാം, കൺട്രോൾ ചെയ്തു പോവാണ്. നമ്മൾ മരിക്കണ വരെയാണ്. നമുക്ക് ഓർമ്മശക്തി ഉണ്ടോ? ആ ഓർമ്മശക്തി നിലനിൽക്കുന്നിടത്തോളം കാലം നിസ്കാരം നമുക്ക് നിർബന്ധം. നമ്മളവിടെ എണീറ്റിരിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓർമ്മശക്തി ഉള്ളോടത്തോളം കാലം കിടന്നോടത്തുനിന്ന് കിടന്നോണ്ട് തന്നെ. ഫ്ലൈറ്റിലാണ്, സുബഹി നിസ്കരിക്കാൻ നിർവാഹമില്ല, ഒതു കൊടുക്കാൻ നിർവാഹമില്ല, പരമാവധി ഒതോടുകൂടി തന്നെ കയറിയിരിക്കാൻ നോക്കുക. സുബഹിയുടെ നേരം അങ്ങനെ ഒതു കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒതു കൊടുക്കാൻ പരമാവധി ശ്രമിക്കാം. ഒരു രക്ഷയല്ല നിസ്കരിക്കുക. ആ ഇരുന്നോടത്ത് തന്നെ ഇന്നുകൊണ്ട് എന്ത് ചെയ്യാ? നിസ്കരിക്കുക. ആ വഖത്ത് മാനിക്കുക. നാട്ടിൽ ചെന്നതിന് ശേഷം അത് മടക്കി നിസ്കരിക്കുക. ആ സമയത്തിൽ എങ്ങനെ നിസ്കരിക്കുന്നു അതുപോലെ തന്നെ നിസ്കരിക്കണം. ആ ഓതേണ്ട സൂറത്തുകളൊക്കെ ഓതി ഫ്ലൈറ്റ്, നമുക്കൊരു പക്ഷെ ഫ്ലൈറ്റിൽ മുസല്ല വെച്ച് നിസ്കരിക്കാൻ എല്ലാ ഫ്ലൈറ്റിലും പറ്റിക്കൊള്ളുന്നില്ല. ഫ്ലൈറ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെയൊക്കെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ പെട്ടാലും ഇത് ഒഴിവല്ല. അള്ളാഹു നന്നാക്കട്ടെ. അള്ളാഹു നമുക്ക് ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ കബൂലാക്ക് തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ. എല്ലാ രോഗങ്ങളും ശിഫയാക്കുക അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ സംഗമിച്ച സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ മജ്‌ലിസിന് നീ ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗമുള്ള പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. RCCയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് യൗവനങ്ങളുണ്ട് റബ്ബേ, നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാ, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ മനക്കരുത്ത് കൊണ്ടോ ദുർബലമായ ഞങ്ങളുടെ ഈമാൻ കൊണ്ടോ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ദുരിത കഷ്ടപ്പാട് വിഷമങ്ങൾ തരല്ല അല്ലാ. പൊന്നാര മക്കളെ നീ കാക്കണേ അല്ലാ. പഠിക്കുന്ന മക്കൾ റബ്ബേ, സ്കൂൾ കലാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകളിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന ഞങ്ങളുടെ പൊന്നുമക്കള് അല്ലാഹുവേ റബ്ബേ, മനുഷ്യൻ തിന്നുന്ന കാലമാണ്. പൊന്നാര മക്കളെ നീ എല്ലാ നിലക്കുമുള്ള ഹിഫ്ളിൽ ചേർക്കണേ അല്ലാ. നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. വിദേശത്തും നാട്ടിലും ജോലി തേടുന്ന ചെറുപ്പക്കാരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ ജോലി അടുപ്പിക്കുക അല്ലാ. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. കിഡ്നി രോഗങ്ങളുള്ളവരുണ്ട് റബ്ബേ, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പലർക്കും വേണ്ടി. അല്ലാഹുവേ, കിഡ്നി ചുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രയാസമുള്ള സഹോദരന് വേണ്ടി ശിഫാ നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. കച്ചവടത്തിലും ബിസിനസ്സുകളിലും ബറക്കത്ത് കൊടുക്കുക അല്ലാ. കടബാധ്യതകൾ നീ തന്നതാ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. മരിച്ച് മണ്ണിന്റെ അടിയിൽ പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരെയും ഞങ്ങൾ ഓർക്കാണ്, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കു അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.